ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം എടപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. ഇന്നിവിടെ കൊടിയേറിനെയാണ് 2025 പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറലിൻ്റെ ദിവസമാണ്. അത് പോരായിട്ട് 101 പലഹാരങ്ങൾ നിരത്തി വെക്കുന്നത്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ അത് അറിയേണ്ടതാണ്. ഒപ്പം ഈ പ്രസിദ്ധീനെ ഒന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്തായാലും നമുക്കൊന്ന് അവരെല്ലാവരും കാണിച്ചു തരാം. അതായത് കിഴിപ്പള്ളി ഫാമിലി മെമ്പേഴ്സാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ജോണി ചേട്ടാ, ഒന്ന് നമ്മുടെ പ്രസിദ്ധീനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി. ഇത് കിഴിപ്പള്ളി വർക്കി വർഗീസ്. ഈ വർഷത്തെ എടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ വർഷത്തെ തിരുനാൾ പ്രസിദ്ധന്തിയാണ് കിഴിപ്പള്ളി വർക്കി വർഗീസ്. വളരെ പ്രത്യേകമായ ചില കീഴ്വഴക്കങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേകതരം പ്രസിദ്ധേന്തി തിരഞ്ഞെടുപ്പാണ് പാരമ്പര്യമായിട്ട് എടപ്പള്ളി പള്ളിയിൽ നടക്കുക. എടപ്പള്ളി പള്ളിയിലെ പ്രസിദ്ധേന്തിയാവുക എന്ന് പറയുന്നത് പണത്തിൻ്റെയോ പ്രാബല്യത്തിൻ്റെയോ ബലത്തിൽ രൂപീകൃതമാകുന്ന ഒന്നല്ല, മറിച്ച് അതിന് ആചാരപരമായ കുറേ നിരവധി കടമ്പകളിലൂടെയാണ് പ്രസിദ്ധേന്തി ആയി മാറുക. ഒരു വ്യക്തി എടപ്പള്ളിയിലെ പ്രസിദ്ധേന്തിയാവൂ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എടപ്പള്ളി പള്ളിയിലെ ദർശന സമൂഹത്തിൽ അംഗമായി തീരുന്ന ഒരു വ്യക്തി ദർശന സമൂഹത്തിൻ്റെ സ്ഥാനമാനങ്ങളിൽ കയറിയാണ് അവസാനം പ്രസിദ്ധേന്തിയാവുക. ദർശന സമൂഹ അംഗത്തെ ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന സന്തോമേശ എന്ന് പറയുന്ന മുൻ പ്രസിദ്ധേന്തിമാരുടെ ലൈത്തോരന്മാരുടെ ഗ്രൂപ്പ് കൂടി എല്ലാ മെയ് 2-നും അടുത്ത വർഷത്തേക്കുള്ള ഒഫീഷ്യാളന്മാരെ തിരഞ്ഞെടുക്കും. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായ മേശക്കാർ, ഇടവക കുരിശേന്തുന്ന ഇസ്ക്രുമൻ, പ്രസിദ്ധേന്തിക്ക് വേണ്ടി പ്രസിദ്ധേന്തിയെ സഹായിക്കാനായി ഇടത്ത് നിൽക്കുന്ന പ്രൊക്കുദോർ, വലത്ത് നിൽക്കുന്ന തെസുറേർ, ദെൻ പ്രസിദ്ധേന്തി. അങ്ങനെ ഒരു എല്ലാ വർഷവും അടുത്ത വർഷത്തേക്കുള്ള തിരുനാൾ സമൂഹത്തെ ദർശന സമൂഹത്തിലെ തിരുനാളിൻ്റെ ഒഫീഷ്യാളന്മാരെ തിരഞ്ഞെടുക്കും. ഇങ്ങനെ മേശക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി കാലക്രമത്തിൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചും ലൈത്തോരന്മാരുടെ വിവേചനാധികാരം ഉപയോഗിച്ചും അയാൾക്ക് സ്ഥാനത്തിൽ കയറ്റം നൽകി മേശക്കാരൻ ഇസ്ക്രുമനാകുന്നു, ഇസ്ക്രുമൻ പ്രൊക്കുദോറാകുന്നു, പ്രൊക്കുദോർ തെസുരേരാകുന്നു, തെസുരേരിൽ സീനിയറായിട്ടുള്ള വ്യക്തിയെ അടുത്ത വർഷത്തേക്കുള്ള പ്രസിദ്ധേന്തിയായി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് എടപ്പള്ളി ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പ്രസിദ്ധേന്തിയായി തീരുക. ഇത് കാലങ്ങളായിട്ട് എടപ്പള്ളിയിലെ ദർശന സമൂഹം ആരംഭിച്ച് ആ കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മളിത് ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെയാണ് എടപ്പള്ളി പള്ളിയിലെ ഒരു പ്രസിദ്ധേന്തിയെ തിരഞ്ഞെടുക്കുക. ഈ പ്രസിദ്ധേന്തിയാണ് തിരുനാളിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത തിരുനാൾ പ്രസിദ്ധേന്തി. തിരുനാളിനെ ഏറ്റെടുത്ത് അതൊരു നിയോഗമായിട്ടാണ്, അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ്. വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായത് കൊണ്ടാടുമ്പോൾ ഒരു വർഷത്തോളം നീളുന്ന ഒരു കെമിസ്ട്രി തന്നെ പ്രസിദ്ധേന്തിയുടെ ഭവനത്തിൽ പ്രസിദ്ധേന്തിയുടെ മാനസികമായിട്ട് അയാൾ ഒരുങ്ങുന്നുണ്ട് ഒരു വർഷത്തോളം. അങ്ങനെയാണ് ഇവിടെ പ്രസിദ്ധേന്തിയാക്കപ്പെടുക. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ഈ കൊടികയറ്റം എന്ന് പറയുന്നത് വളരെ ആചാരമായ അനുഷ്ഠാനങ്ങളുള്ള ഒരു പ്രവൃത്തിയാണ്. കൊടികയറ്റം നടത്തുന്നത് ഇടപ്പള്ളി ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇടപ്പള്ളി തമ്പുരാനിൽ നിന്നും ലഭിച്ച ഒരു ഇടപ്പള്ളി തിരുനാളിൻ്റെ അനുവാദവും മറ്റു കാര്യങ്ങളുമൊക്കെ രാജഭരണകാലത്ത് ഇടപ്പള്ളി തമ്പുരാൻ കൊടിമരം കൊടുത്തു വിടുകയും ഇവിടെ കൊടിയേറ്റുകയൊക്കെ ചെയ്തു. അതിനൊരു കീഴ്വഴക്കമുണ്ട്. ഇടപ്പള്ളി തമ്പുരാൻ്റെ അടുത്ത് കാണിക്കകളുമായി ഇടപ്പള്ളി പ്രസിദ്ധേന്തിയും വികാരിയും ഇടഭാഗങ്ങളും ഇടപ്പള്ളി തമ്പുരാനെ കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ തൻ്റെ പറമ്പിലുള്ള ഏറ്റവും നല്ല കവുങ്ങ് കൊടിമരം വെട്ടി എടപ്പള്ളി തമ്പുരാൻ്റെ ആനപ്പുറത്ത് പള്ളിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ആ ഓർമ്മയായിട്ട് എല്ലാ വർഷവും പ്രസിദ്ധേന്തി 101 തരം പലഹാരങ്ങൾ നിരത്തി എടപ്പള്ളി തമ്പുരാൻ്റെ രാജാവിൻ്റെ പ്രതിനിധി പോലെ ഇടപ്പള്ളി ഇടവക വികാരിയെ കാണിക്ക സമർപ്പിച്ച് തിരുനാളിൻ്റെ കൊടികയറ്റത്തിനുള്ള അനുവാദം ചോദിക്കുകയാണ് ചെയ്യുക. അതിന് പലഹാരങ്ങൾ നിരത്തും. പണ്ടത് 101 പലഹാരമായിരുന്നു, ഇപ്പോൾ അത് 151, 201 ഒക്കെ ആയിട്ട് അങ്ങനെ ഏതായാലും 101 വിവിധ ഇനം പലഹാരങ്ങൾ നിരത്തി വികാരിയോട് കാണിക്ക സമർപ്പിച്ച് അനുവാദം ചോദിക്കുകയാണ് ചെയ്യുക. വികാരി അത് അനുവദിച്ച് ഇടപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ തിരുനടയിൽ നിന്നും കൊടി പ്രസിദ്ധേന്തിക്ക് കൈമാറുന്നു. എന്നിട്ടാണ് പ്രസിദ്ധേന്തിയും ദർശന സമൂഹാംഗങ്ങളും ഇടവക വൈദികരും ഒരുമിച്ച് കൊടിമരത്തിലേക്ക് ചെന്ന് കൊടി കയറ്റുക. അത് അത്രയേറെ അനുഷ്ഠാനങ്ങളുടെ ആ ഒരു പാരമ്പര്യ ആചാരങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്.
ഇടപ്പള്ളി പെരുന്നാളിൻ്റെ കൊടികയറ്റത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ദേവാലയങ്ങളിൽ വികാരിയച്ഛൻ കൊടി ആശീർവദിച്ച് വികാരിയച്ഛൻ കൊടി കയറ്റുന്നു. പക്ഷേ ഇവിടെ വികാരിയച്ഛനെ സംബന്ധിച്ചിടത്തോളം 2 പദവികളുണ്ട്. ഒരേ സമയം രാജാവിൻ്റെയും അതേസമയം ഇടവക വികാരിയുടെയും. കൊടി കയറ്റാനുള്ള അനുവാദവും കൊടിയും നൽകുന്ന വികാരി തന്നെയാണ് കൊടി ആശീർവദിച്ച് കൊടി കയറ്റാൻ തുടങ്ങുന്നു. എന്നിട്ട് പ്രസിദ്ധേന്തി ഏൽപ്പിക്കുന്നു. പിന്നീട് കൊടി കയറ്റുക പ്രസിദ്ധേന്തിയാണ്. അതാണ് എടപ്പള്ളിയിലെ തിരുനാൾ സംബന്ധിച്ചുള്ള ആരംഭം കുറിക്കുന്ന ഇന്നിൻ്റെ പ്രത്യേകത. അത് എല്ലാ വർഷവും ഏപ്രിൽ 25-നാണ് തിരുനാൾ കൊടി കയറുക. ഏപ്രിൽ 25-ന് കൊടി കയറി മെയ് 1-ന് ഒരു വിശുദ്ധ ഗീവർഗീസ് സഹോദരിയുടെ തിരുസ്വരൂപം ആഘോഷമായിട്ട് പൊതുവണക്കത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. 3-ാം തീയതിയും 4-ാം തീയതിയും മെയ് 3, 4 തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിനങ്ങൾ. അന്ന് ആഘോഷമായി പട്ടണ പ്രദക്ഷിണം, നാലങ്ങാടി പ്രദക്ഷിണം എന്നാണ് പറയുക. പള്ളിയുടെ മുൻഭാഗത്തുള്ള കിഴക്കേ അങ്ങാടി, വടക്കേ അങ്ങാടി, തെക്കേ അങ്ങാടി, അങ്ങനെ 4 അങ്ങാടിയും ചുറ്റിയാണ് വിശുദ്ധ ഗീവർഗീസ് പട്ടണ പ്രദക്ഷിണമായി എഴുന്നള്ളുന്നു എന്നാണ് പഴയ കാരണവന്മാർ പറയുക. അങ്ങനെ ഇറങ്ങി തിരിച്ചു കയറുന്നത് 3-ാം തീയതിയും 4-ാം തീയതിയും. പിന്നീടുള്ള പ്രദക്ഷിണം 8-ാം ഇടമായ മെയ് 11-നാണ്. മെയ് 11-ന് പക്ഷേ പ്രദക്ഷിണം, ഇടവക പ്രദക്ഷിണം, അത് ഇടവക ജനങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് കണക്കാക്കിയിട്ട് വളരെ ചെറിയ ഇടപ്പള്ളി പള്ളിയുടെ മുൻപിലുള്ള തോമസ് ലീഹായുടെ കപ്പേള വരെ പോകുന്ന ഒരു ചെറിയ പ്രദക്ഷിണമായിരിക്കും 8-ാം പെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇടപ്പള്ളി തിരുനാളിനെ സംബന്ധിച്ചുള്ള ചെറുതായി പറയാവുന്ന കാര്യങ്ങൾ. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു കാര്യമാണ് ഇടപ്പള്ളി പള്ളിയിലെ കോഴി നേർച്ച. ഇടപ്പള്ളി പള്ളി അതിനു വേണ്ടിയിട്ട് വളരെ വലിയൊരു സൗകര്യമാണ് ഒരുക്കിയിട്ടുണ്ടാവുക. വിശ്വാസികൾ വിശുദ്ധ ഗീവർഗീസിന് കാണിക്കയായി സമർപ്പിക്കുന്ന കോഴികളുമായിട്ട് കുടുംബസമേതം വന്ന് ഇടപ്പള്ളിയുടെ മുറ്റത്ത് തന്നെ പാചകം ചെയ്ത് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കോഴിപ്പന്തലിൽ പാചകം ചെയ്ത് അവരത് ആസ്വദിക്കുകയാണ്. അത് ഭംഗിയായി അത് ആസ്വദിച്ച് കഴിക്കുകയാണത്. എങ്ങനെ പാചകം ചെയ്താലും ഇടപ്പള്ളി മുറ്റത്ത് ചെയ്യുന്ന കോഴി പാചകം ചെയ്യുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് എന്നാണ് ഇന്ന് കോഴിവെപ്പുകാരായിട്ട് ഇവിടെ വരുന്നവർ പറയുക. ഏതായാലും വർഷങ്ങളായി ഈ ഒരു ആചാരം ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെയേറെ വിശ്വാസികൾ, വളരെയേറെ ജനങ്ങൾ നാനാ ദിക്കുകളിൽ നിന്ന്, അന്യദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് ഈ കോഴിവെപ്പിൽ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഏപ്രിൽ 25 മുതൽ മെയ് 15 വരെ നീളുന്ന ആ ഒരു തിരുനാൾ ആഘോഷങ്ങളിലേക്ക് വളരെ ഭക്തിപൂർവ്വം, വളരെ വിശ്വാസപൂർവ്വം വിശുദ്ധ ഗീവർഗീസിൻ്റെ അനുഗ്രഹം പ്രാപിച്ച നിർവൃതിയോടെയാണ് ഇവിടെ നിന്നും വിശ്വാസികൾ മടങ്ങുക. ഇതൊക്കെയാണ് ഇടപ്പള്ളി തിരുനാളിനെക്കുറിച്ച് ജനറലായി പറയാനുള്ളത്. എന്തായാലും നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ജോണി ചേട്ടൻ അത് വിശദീകരിച്ച് തന്നു. നന്ദിയുണ്ട്. എനിക്കും അറിയാൻ സാധിച്ചു, നമ്മുടെ കാണികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് വിവരിച്ച് തന്ന്. പിന്നെ റൂബൻ ചേട്ടൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കണം. കാരണം റൂബൻ ചേട്ടൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് 25-ാം തീയതി ആണ്ടാ മറക്കല്ലേ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കണോണ്ടാണ് ഇദ്ദേഹം രാവിലെ എൻ്റെ ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ വന്നത്. പിന്നെ നമുക്ക് ഇവിടെ 2025 പ്രസിദ്ധേന്തി ഞങ്ങൾ തങ്കച്ചി ചേട്ടൻ എന്ന് വിളിക്കണം. അതുകൊണ്ട് വായിലതാണ് തന്നെ. അപ്പോൾ തങ്കച്ചി ചേട്ടനോട് എന്തെങ്കിലും പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കാണികളോട് എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിൻ്റെ സ്ഥാനത്തെത്തിയിട്ട് ഒരു 10 വർഷത്തിൽ മേലെയായി. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഞാൻ വഴിമാറിക്കൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷമാണ് എനിക്ക് അതിൻ്റെ നിയോഗമായി എനിക്ക് സാധിച്ചത്. പുണ്യാളൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം അത് കിട്ടിയപ്പോൾ ഞാനത് ഏൽക്കുകയും ചെയ്തു. ഭംഗിയായിട്ട് 1 വർഷത്തെ നോമ്പോടുകൂടി ഞാനത് ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചു. എൻ്റെ മൂത്ത സഹോദരൻ 1980 പെരുന്നാളേറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ചേട്ടൻ 2015 അത് പുതിയ പള്ളിയിൽ ആദ്യമായിട്ടുള്ള പുതിയ പള്ളിയിലാണ് നടത്തിയത്. അപ്പോൾ ബാക്കി വന്നത് ഞാനാണ് 3ാമത്തെ ആൾ. അപ്പോൾ എനിക്കും പുണ്യാളൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം അത് നടത്താൻ സാധിച്ചതിൽ എല്ലാവരുടെയും അനുഗ്രഹം കൂടുതലായിട്ട് എനിക്ക് വേണം എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഭാര്യ ജൈനി വർഗീസ്, മോള് ശ്രുതി വർഗീസ്, മരുമകൻ സ്കിഫിൻ, കുഞ്ഞൻ സ്കോൾനിക്. എല്ലാവർക്കും അതിൽ അതിയായ സന്തോഷത്തോടു കൂടിയാണിത്. പുണ്യാളൻ്റെ ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അത് ഭംഗിയായിട്ട് നടത്താനുള്ള
പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാവരിൽ നിന്നും കിട്ടണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സന്തോഷോട്ടാ. എന്താണ്, നമുക്ക് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് പെരുന്നാൾ നടത്തട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും സമയം കിട്ടി ഞാൻ ഇതുപോലെ മുമ്പിലുണ്ടാവും. ജോഡി ചേട്ടാ പറയും ഒരു കാര്യം കൂടി, ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ മേശയൊരുക്കം എന്നാണ് പറയുക, ഈ 101 പലഹാരങ്ങൾ നിരത്തുന്നത്. ഞങ്ങൾ കുടുംബസമേതം വന്ന് 101 പലഹാരങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ വന്ന് ഞങ്ങളെ വിളിച്ച് ഇതൊന്ന് ഷൂട്ട് ചെയ്യണം. ബുദ്ധിമുട്ടിക്കലല്ലാതെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇടപ്പള്ളിയുടെ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്, അതോടൊപ്പം സന്തോഷമാണ്. ഒരിക്കൽ കൂടി ഇവന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് എല്ലാവരിലേക്കും എത്തട്ടെ. അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വളരെ ഭംഗിയായി നടക്കട്ടെ. പുണ്യാളുടെ അനുഗ്രഹം അവനും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനി ആ ഒരു കാഴ്ചകളിലേക്കൊക്കെ പോകാം, വീഡിയോ അവസാനിക്കണില്ല അല്ലേ? അപ്പോൾ അതിലേക്ക് പോയിട്ട് നിർത്താം. ഇവർ ഈ പലഹാരങ്ങളൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിലും ഞാനിങ്ങനെ പറഞ്ഞൊരു ആഗ്രഹം പറഞ്ഞു. കാരണം എൻ്റെ വീഡിയോയിൽ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ അവർ സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി അവരെല്ലാവരും കൂടി. പിന്നെ ഇവർ ഫാമിലി മെമ്പേഴ്സ്, അതായത് കിഴിപ്പള്ളി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയാണ് ആ പലഹാരങ്ങളൊക്കെ ഒരുക്കിയത്. ഭയങ്കര ഒരു മനോഹര കാഴ്ചയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അത് കാണണമെന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് കാണാം. കാരണം ഈ പള്ളിയിൽ മാത്രം ഒരു പ്രത്യേകതയിൽ ഇത് നടന്നു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇയർ ആണെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ജോൺ ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ കൊടിമരത്തിലേക്ക് പോയിട്ട് കൊടി കയറ്റുന്നൊരു കാഴ്ചയൊക്കെ, അത് അതിൻ്റെ ഒരു വിഷ്വൽസും കൂടി കാണിക്കേണ്ടതാണ്. അതും എന്താ പറയുക, പണ്ട് കാലത്ത് തൊട്ടിങ്ങനെ നിലനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ടാണ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാനാണ്. കാരണം ഇത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 15 മിനിറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എൻ്റെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കാം. ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കാനുള്ള കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇനിയും കാഴ്ചകളുണ്ട്, അല്ലെങ്കിൽ കാണേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇടപ്പള്ളിയിലുണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ വിശദീകരിച്ചത്. എന്തായാലും നമ്മളോട് ഇവരെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. വീഡിയോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റും, കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചെന്ന് തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ആചാരം നടക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ മറക്കേണ്ട, അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. നെക്സ്റ്റ് വീഡിയോ കാണാം.